ഹലോ, സിന്ദൂര പൊട്ടിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. രാവിലെ എഴുന്നേറ്റപ്പോഴേക്കും രുക്മിണിക്കും ഇന്ദുവിനും ഒക്കെ കോഫി ആയിട്ടാണ് വാസന്തി വന്നിട്ടുള്ളത്. ശരിക്കും അവരൊക്കെ അതിശയിച്ചു പോയിട്ടുണ്ടായിരുന്നു വാസന്തിയുടെ ഈ ഒരു മാറ്റം കണ്ടിട്ട്. അതുമാത്രമല്ല, അവർക്കൊപ്പം വന്ന രാധിക തന്നെ അതിശയിച്ചിട്ടാണ് മാമിയെ നോക്കുന്നത്. ഇത്ര പെട്ടെന്ന് മാമി ഇവരോടൊക്കെ ഇങ്ങനെ പെരുമാറും നമ്മൾ ചിന്തിച്ചതേ ഉണ്ടായിരുന്നില്ല. അപ്പോ രുക്മിണിയോട് അവർ പറയുന്നുണ്ട്, കോഫി എടുത്തോ, എന്തായാലും നിങ്ങളൊക്കെ ഇന്നലെ കിടക്കാൻ ഒരുപാട് ലേറ്റ് ആയത് കാരണം രാവിലെ എഴുന്നേക്കാനും നേരം വൈകുന്ന എനിക്ക് അറിയായിരുന്നു. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ഇന്നാ കോഫി കുടിക്ക്. എന്തായാലും നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് വേദന ഉണ്ടാവും എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനും ഇതുപോലെ 3 മക്കളെ പ്രസവിച്ച ഒരു അമ്മ തന്നെയാണ്. എന്തായാലും നിങ്ങൾക്ക് മനസ്സിന് എന്തെങ്കിലും വിഷമം വരുന്ന സമയത്ത് പറയാൻ വേണ്ടിയിട്ട് ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് ഞാൻ ഉണ്ടാവും. എന്തു വേണമെങ്കിലും എന്നോട് വന്ന് പറയാം. ഇന്ദു അതിശയത്തോടു കൂടിയാണ് തന്റെ അമ്മായിയമ്മയെ നോക്കുന്നത്. രാജേശ്വരിക്കും രുക്മിണിക്കും അവരുടെ വാക്കുകൾ ശരിക്കും സാന്ത്വനം തന്നെയായിരുന്നു. പക്ഷേ രാധികയാണെങ്കിൽ വല്ലാത്തൊരു ദേഷ്യത്തോടു കൂടിയാണ് മാമിയെ നോക്കുന്നത്. എന്ത് വേണമെങ്കിലും എന്നോട് വന്ന് പറഞ്ഞോളൂ, എന്താവശ്യത്തിനും ഞാൻ നിങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടാവും. വാസന്തി അവർക്ക് വാക്ക് കൊടുക്കുകയാണ്. രാധികയാണെങ്കിൽ മാമി എങ്ങനെ അതിശയത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എന്താ ഇവരീ സംസാരിക്കുന്നത് എന്ന് കരുതിയിട്ട്. ആ സമയത്ത് രുക്മിണി പറയുന്നുണ്ട്, നിങ്ങൾ ഇതുപോലെ പകയില്ലാതെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് നല്ല സമാധാനം തോന്നുന്നുണ്ട്. എനിക്കിത് മാത്രം മതി. നിങ്ങൾ ഇങ്ങനെ എന്നോട് പെരുമാറുമ്പോൾ തന്നെ എനിക്ക് വല്ലാത്ത ആശ്വാസം തോന്നുന്നുണ്ട്. അപ്പോ വാസന്തി പറയാണ്, ഈ സമയത്തും പകയോടുകൂടി സംസാരിക്കാൻ ഞാൻ അത്രയ്ക്കും മനസാക്ഷി ഇല്ലാത്ത ഒരുത്തിയൊന്നും അല്ല. ഞാനും 3 മക്കളെ പ്രസവിച്ച ഒരമ്മ തന്നെയാണ്. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ എത്രത്തോളം വേദന ഉണ്ടാവുമെന്ന് എനിക്കറിയാൻ പറ്റും. എന്തായാലും നടന്നതൊക്കെ നല്ലതിന് തന്നെയാണെന്നും ഇനി അതൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ലെന്നും മനസ്സിലാക്കി ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിലേക്ക് വാ. രുക്മിണിക്ക് വാസന്തിയുടെ ആ വാക്കുകൾ തന്നെ വലിയൊരു ആശ്വാസം പകരുന്നതായിരുന്നു. ശരി ശരി, നിങ്ങളൊക്കെ റെഡിയാവ്, ഞാൻ പോയിട്ട് ഭക്ഷണമൊക്കെ റെഡിയാക്കാം എന്നും പറഞ്ഞിട്ട് അവരവിടുന്ന് സ്നേഹത്തോടെ പോവാണ്. അപ്പൊ രാധിക ചിന്തിക്കുന്നുണ്ട്, ഇതെന്താ ഈ മാമിക്ക് പറ്റിയത്? വന്ന് വന്ന് ഈ മാമിയുടെ സ്വഭാവം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇങ്ങനെ തന്നെ വിട്ടുകഴിഞ്ഞാ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഇവർക്ക് കൊണ്ടുവന്ന് ഊട്ടിക്കൊടുക്കുന്നാണ് തോന്നുന്നത്. ഇനി ഇവരെ വിശ്വസിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല. ഇനി ഇവരുടെ കൂടെ ചേർത്തിട്ട് മാമിയെ കൂടി ഈ വീട്ടിൽ നിന്നും പറഞ്ഞു വിടേണ്ടി വരുന്ന തോന്നുന്നത്. രാധിക ദേഷ്യത്തോടെ ചിന്തിക്കുകയാണ്. ആ സമയത്ത് ഇന്ദു ആണെങ്കിൽ അമ്മായിയമ്മ പെരുമാറി ആ പെരുമാറ്റത്തിലുള്ള സന്തോഷത്തിലിരിക്കുകയാണ്. പക്ഷെ രുക്മിണി അപ്പോഴും നോർമൽ ആയിട്ടുണ്ടായിരുന്നില്ല. രാജേശ്വരിക്കാണെങ്കിലും വാസന്തി അങ്ങനെ പെരുമാറിയപ്പോൾ വല്ലതൊരു സമാധാനം തോന്നുന്നുണ്ട്. രാധിക ദേഷ്യത്തോടെ അവിടെ നിന്നും പോവുകയാണ്. അല്പസമയം കഴിഞ്ഞപ്പോൾ രുക്മിണി ഹാളിൽ വന്നിരിക്കുകയാണ്. അപ്പോഴും അവരെന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. നീലൻ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, അമ്മ ഇങ്ങനെ തന്നെ ഇരുന്നാൽ എങ്ങനെയാ അമ്മ? വാ അമ്മ, എന്തെങ്കിലും ഭക്ഷണം കഴിക്കാം. ഞാൻ പിന്നീട് കഴിച്ചോളാം മോനെ. അമ്മ, ഇപ്പൊ തന്നെ സമയം 11 മണി ആയിട്ടുണ്ട്. ഇപ്പൊ കഴിക്കാതെ പിന്നെ എപ്പ കഴിക്കാന്ന് അമ്മ പറയുന്നത്? വാ അമ്മ. മോനെ, ഇന്ദു ഭക്ഷണം കഴിച്ചോ? ആ, അവള് ഭക്ഷണം കഴിച്ചോ അമ്മ. അവള് ഓട്ടോയ്ക്ക് പോകാൻ വേണ്ടിട്ട് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ പോയി ഭക്ഷണം എടുത്തോണ്ട് ഇങ്ങോട്ടേക്ക് വരാം. അപ്പോഴേക്കും ഡെക്ക് അങ്ങോട്ടേക്ക് വന്നിട്ട് നീലനോട് പറയാണ്, പോലീസ് വന്നിട്ടുണ്ടെന്ന്. പോലീസോ? എന്താ കാര്യം? അറിയില്ല. അപ്പോ വേഗം നീലം പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. പിന്നാലെ രുക്മിണി. രാജേശ്വരിയും ശബ്ദം കേട്ട് അങ്ങോട്ട് വന്നിട്ട് എന്താ ചേച്ചി ചോദിക്കുന്നുണ്ട്. അറിയില്ല രാജി, പോലീസ് വന്നിട്ടുണ്ടെന്ന്. അപ്പോഴേക്കും നീലനും അവർ രണ്ടുപേരും ചേർന്നിട്ട് പോലീസിന്റെ അടുത്തേക്ക് പോവുകയാണ്. എന്താ സാർ, എന്താ പറ്റിയത്? എന്തെങ്കിലും എൻക്വയറിക്കാണെങ്കിൽ ഞങ്ങൾ തന്നെ അങ്ങോട്ടേക്ക് വരുമായിരുന്നല്ലോ. പക്ഷെ ആ പോലീസുകാരൻ നല്ല ദേഷ്യത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. എൻക്വയറിക്ക് വേണ്ടി വന്നതൊന്നുമല്ല, അടുത്ത കേസിന് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. നന്നായിട്ടുണ്ട്, നല്ല കുടുംബം തന്നെ. അത് കേട്ടതും രാജേശ്വരിക്കും രുക്മിണിക്കും നീലനും ഒന്നും കാര്യം മനസ്സിലാവുന്നില്ല. സർ, നിങ്ങൾ എന്താ പറയുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ അയാൾ പറയുന്നുണ്ട്, സൗപർണിക, ഇന്ദു എന്ന് പറഞ്ഞ രണ്ടുപേരും ഈ വീട്ടിലല്ലേ താമസം? ആ അതെ, അവരെ രണ്ടുപേരെയും ഇങ്ങോട്ടേക്ക് വിളിക്ക്. മനസ്സിലാവുന്ന രീതിക്ക് കാര്യം പറഞ്ഞു തരാം. അവരെ രണ്ടുപേരെയും ഡെക്ക് പോയി കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. അവർക്കും അപ്പോഴും കാര്യം മനസ്സിലായിട്ടില്ല. ഇന്ദുവിനെ കണ്ടപ്പോൾ അയാൾ കളിയാക്കിക്കൊണ്ട് സംസാരിക്കുകയാണ്. ആഹാ, വന്നോ ന്യായക്കാരി. ഇന്നലെ ആ പയ്യൻ തെറ്റ് ചെയ്തപ്പോ ആ പയ്യൻ വലിയ തെറ്റാണ് ചെയ്തത്. അതുകൊണ്ട് സ്വന്തക്കാരനായാലും കുഴപ്പമില്ല, തെറ്റിനുള്ള ശിക്ഷ എന്തായാലും കൊടുത്തേ പറ്റൂന്നൊക്കെ ഗീർവാണം പറയുന്നത് കേട്ടിരുന്നല്ലോ. പക്ഷേ നീ അവനേക്കാളും വലിയ ആളാണല്ലോ. അപ്പോഴും ഇന്ദുവിനും കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. ഇന്ദുവും സൗപർണിക പരസ്പരം നോക്കുവാണ്. നീലനും രുക്മിണിക്കും ഒന്നും കാര്യം മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ പോലീസുകാരനെ നോക്കുന്ന സമയത്ത് അയാൾ പരിഹാസത്തോടെ പറയാണ്, എന്താ ഇങ്ങനെ ഒന്നും അറിയാത്തതുപോലെ നോക്കുന്നത്? എന്താ, നിനക്ക് ജയദേവൻ എന്ന് പേരുള്ള ഒരു പയ്യനെ അറിയാമോ? അത് കേട്ടത് ഇന്ദുവും സൗപർണികയും ഞെട്ടിയിട്ട് പരസ്പരം നോക്കുവാണ്. അതുപോലെ നീലനും ആകെ ഷോക്കായിട്ടുണ്ടായിരുന്നു. എന്താ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? നിന്നോട് അറിയാമോ അറിയില്ലേ എന്നാണ് ചോദിച്ചത്. പോലീസുകാരൻ ദേഷ്യത്തോടെ വീണ്ടും ചോദിക്കുകയാണ്. ആ അറിയാം. ഓ അറിയാല്ലേ? അറിയാന്നുള്ളത് സമ്മതിച്ചല്ലോ. അതുപോലെ തന്നെ അവനെ കൊന്നതും നീ സമ്മതിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ജോലി എളുപ്പമായി. അയാൾ പറഞ്ഞത് കേട്ടതും ഇന്ദു ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു.
ജയദേവ മരിച്ചതുപോലെ അവൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവള് മാത്രമല്ല, സൗവർണികയും രുക്മിണിയും നീലനും ഒക്കെ അതിശയിച്ച് ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. ഇന്ദു പേടിയോടെയും ഭയത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. സർ, സർ, എന്താ പറയുന്നത്? കൊലപാതകമോ? എന്താ മോളെ ഒന്നും അറിയാത്തതുപോലെ അത്ഭുതപ്പെട്ടിട്ടൊക്കെ സംസാരിക്കുന്നത്? വയനാട്ടിൽ വെച്ചിട്ട് നീയും ഈ സൗവർണികയും ചേർന്നിട്ട് അവനെ കൊന്നിട്ടുണ്ടായിരുന്നില്ലേ? എന്താ മറന്നുപോയോ? അത് കേട്ട സമയത്ത് ഇന്ദുവും സൗവർണികയും ഒക്കെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. അവള് ഒന്നും മിണ്ടാതെ നിൽക്കുന്ന കണ്ടപ്പോ പോലീസുകാരൻ പറയുന്നുണ്ട്, ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിനക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നതാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞിട്ട് അവിടെ വയനാട്ടിൽ വെച്ചിട്ട് അന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ വീഡിയോ പകർത്തിയ ദൃശ്യങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഇന്ദു ശരിക്കും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. കാരണം ഇത്രയധികം തന്നെ ഫോളോ ചെയ്തിട്ട് ഇതാരാണ് ഈ വീഡിയോ എടുത്തതെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. അത് മാത്രമല്ല, രാധികയാണെങ്കിൽ ഇങ്ങനെ എന്താ പറയുക, കുരുട്ടുബുദ്ധിയോട് കൂടി നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. കാരണം ഇതിലൊക്കെ പിന്നിൽ അവള് തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇന്ദു, നീലനും, സൗവർണികയും, രുക്മിണിയും, രാജേശ്വരിയൊക്കെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അതുപോലെ തന്നെ വാസന്തിക്കും കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ രാധികയ്ക്ക് മാത്രം നല്ല സന്തോഷമായിരുന്നു. ഇതോടെ നിന്റെ ജീവിതത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിടി. നീ ജയിലിലേക്ക് പോയതിനു ശേഷം ഞാനും എന്റെ നീലേട്ടനും സന്തോഷത്തോടു കൂടി ഒരു പുതിയ കുടുംബജീവിതം ആരംഭിക്കും. ഈ നിൽക്കുന്ന സൗവർണികയ്ക്കും ആ ജയദേവനും മുമ്പ് തന്നെ പരസ്പരം ബന്ധമുണ്ടായിരുന്നു. അപ്പോ അതിവളുടെ ഭർത്താവ് അറിഞ്ഞ് പ്രശ്നമാവുമെന്ന് കരുതിയിട്ട് ആരും അറിയാതെ അവനെ വയനാട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവിടെ വെച്ചിട്ട് കൊന്നുകഴിഞ്ഞാൽ ആരും അറിയില്ലെന്നും പിന്നീട് ഇവളുടെ ജീവിതം സന്തോഷകരമായി തീരുമെന്ന് കരുതിയിട്ട് നിങ്ങൾ ചെയ്തതല്ലേ ഇത്? അയാൾ ഓരോ കഥ മെനഞ്ഞ് പറയുന്നത് കേട്ടപ്പോ ശരിക്കും പറഞ്ഞ ഇന്ദുവും രുക്മിണിയൊക്കെ ആകെ വാ പൊത്തി നിൽക്കുകയാണ്. പക്ഷേ നിങ്ങൾക്ക് തീരെ ഭാഗ്യമില്ല. അതുകൊണ്ടായിരിക്കും ഈ വീഡിയോ കാരണം നിങ്ങൾ ഇപ്പോ പിടിക്കപ്പെട്ടത്. അപ്പോ ഇന്ദു പറയുന്നു, സർ, നിങ്ങൾ പറയുന്നതൊന്നും സത്യമല്ല സർ. എന്തൊക്കെയാണ് തങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാവാത്ത അവസ്ഥയിലാണ് എല്ലാവരും നിൽക്കുന്നത്. അപ്പോഴും ഇന്ദു സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ട്, സർ, ഞങ്ങളല്ല സർ നിങ്ങൾ പറയുന്നത് പോലെ ഞങ്ങൾ അവനെ വിളിച്ചു വരുത്തിയതൊന്നും അല്ല. ഞങ്ങൾ വയനാട്ടിൽ പോകുന്നത് എങ്ങനെയോ അറിഞ്ഞിട്ട് അവനാണ് ഫോളോ ചെയ്ത് ഞങ്ങൾക്ക് പിന്നാലെ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയത്. സർ, അതാണ് സർ അന്ന് സംഭവിച്ചത്. അല്ലാതെ ഞങ്ങൾ അവനെ ഒന്നും ചെയ്തിട്ടില്ല സർ. ആ, നന്നായിട്ട് കഥ പറയുന്നുണ്ടല്ലോ. പോലീസുകാരൻ ഇന്ദുവിനെ കളിയാക്കുകയാണ്. പക്ഷേ നിങ്ങൾ അവനെ തലക്കടിക്കുന്നതിന്റെ തെളിവ് എന്റെ കയ്യിലുണ്ട്. അയ്യോ സർ, ഞങ്ങൾ അവനെ ഒന്നും ചെയ്തിട്ടില്ല സർ. ദയവ് ചെയ്ത് ഞങ്ങൾ പറയുന്നതൊന്ന് കേൾക്ക്. അപ്പോ ദേഷ്യത്തോടെ അയാൾ പറയാണ്, ഹലോ, ആ തെളിവ് വെച്ചിട്ട് ഞങ്ങൾ കേസ് തന്നെ ഫയൽ ചെയ്ത് കഴിഞ്ഞു. അത് കേട്ടപ്പോ ഇന്ദു ശരിക്കും ഞെട്ടിപ്പോയി. ഇപ്പോ നിന്നെയും ഈ സൗന്ദര്യയെയും അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. ഇതിനെ മേലെ നിങ്ങൾക്ക് എന്ത് പറയാനുണ്ടെങ്കിലും നിങ്ങൾ കോടതിയോട് പറഞ്ഞാൽ മതി. അത് കേട്ടപ്പോ രുക്മിണി പേടിയോടെ വിളിക്കുകയാണ്, സർ, ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കണം സർ. ഇവര് അങ്ങനെയുള്ള പെൺകുട്ടികളല്ല സർ. തീർച്ചയായിട്ടും ഇവർ അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല. ആഹാ, നിങ്ങളാണോ ഇത് പറയുന്നത്? നിങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാ അവസ്ഥയും ഇന്നലെ തന്നെ മനസ്സിലായതാണ്. നിങ്ങളുടെ 2 ആൺമക്കളുടെ ഗതി എന്താണെന്നുള്ളത് ഞാൻ നന്നായിട്ട് അറിഞ്ഞതാണ്. നിങ്ങൾ എല്ലാവരും ഒരു കൊലയാളികളുടെ കുടുംബം തന്നെയാണ്. അത് കേട്ടപ്പോ രുക്മിണി ഒന്നും പറയാനാവാതെ വാ പൊത്തി നിൽക്കുകയാണ്. പിന്നീട് അയാൾ കുറച്ചുകൂടെ ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത്. ഇങ്ങോട്ട് നോക്ക്, നിങ്ങളായിട്ട് തന്നെ മര്യാദയ്ക്ക് വരികയാണെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ നമുക്ക് ഇവിടുന്ന് പോവാം. അതല്ല ഞങ്ങൾ വന്നിട്ട് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകണമെന്നാണെങ്കിൽ ഇവിടുത്തെ നാട്ടുകാർ മൊത്തം നോക്കി നിൽക്കുകയായിരിക്കും അങ്ങനെ സംഭവിക്കുക. സർ, 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 ദയവ് ചെയ്ത് ഞങ്ങൾ പറയുന്ന ഒന്ന് കേൾക്ക് സർ. എനിക്ക് നിങ്ങളോട് കൂടുതലായിട്ടൊന്നും പറയാനില്ല, ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അയാൾ നിൽക്കുകയാണ്. അപ്പോ നീലനാണെങ്കിൽ ഇന്ദുവിനോട് പറയുന്നുണ്ട്, ഇന്ദു, ഇതിലെന്തോ ഒരു കളി നടക്കുന്നുണ്ട്. അതുകൊണ്ട് താൻ ഒന്നും പേടിക്കണ്ട, ധൈര്യമായിട്ട് പോയിക്കോ, വിശ്വാസത്തോടു കൂടി ഇരിക്കുക. ഞങ്ങൾ എപ്പോഴും നിങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടാവും. അപ്പോഴേക്കും കോൺസ്റ്റബിളിനോട് പറഞ്ഞിട്ട് പോലീസുകാരൻ ഇന്ദുവിനെയും സൗപർണികയും പിടിച്ചു വലിച്ച് വണ്ടിയിലേക്ക് കയറ്റുകയാണ്. ഇന്ദു ആണെങ്കിൽ പേടിച്ച് നീലനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. നീലനാണെങ്കിലും രുക്മിണിക്കാണെങ്കിലും ഒക്കെ അവരെ സഹായിക്കാൻ പറ്റാത്തതിന്റെ ആ ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ രാധികയാണെങ്കിൽ എല്ലാം നേടിയ ഒരു സന്തോഷത്തിലാണ് നിൽക്കുന്നത്. ഇന്ദു പോയതോടുകൂടി ഇനി നീലേട്ടനെ തനിക്ക് കിട്ടുന്നുള്ളൊരു വിശ്വാസത്തിലാണ് അവൾ ഉണ്ടായിരുന്നത്. അങ്ങനെ അവരെ അവിടുന്ന് കൊണ്ടുപോയതിനു ശേഷം എല്ലാവരും ഹാളിൽ ഇരിക്കുകയാണ്. എല്ലാവരും എന്ന് വെച്ചാൽ വാസന്തി ഉൾപ്പെടെ എല്ലാവരും ആകെ ടെൻഷനായിട്ടാണ് ഇരിക്കുന്നത്. നീല, എന്തുകൊണ്ട് ഇത്രയും മോശം സമയം എന്ന് അറിയില്ലടാ. പ്രശ്നത്തിന് മേൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. വാസന്തി തന്നെയാണ് പറയുന്നത്. അവര് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അയ്യോ ദൈവമേ, അമ്മ ഒന്നുകൊണ്ട് ടെൻഷൻ ആവണ്ട അമ്മ. ഇതിലെന്തോ തെറ്റ് നടന്നിട്ടുണ്ട്. നീലൻ അപ്പോഴും അത് തന്നെയാണ് ആവർത്തിക്കുന്നത്. എന്താണെന്ന് ഞാൻ നേരിട്ട് പോയി നോക്കാം. നീലൻ പറഞ്ഞിട്ട് പോവാൻ നോക്കുമ്പോഴേക്കും രുക്മിണി പറയുന്നുണ്ട്, മോനെ, ഞാനും വരാം. ഇന്ദു അവിടെ എങ്ങനെയാണ്, എന്താ അവസ്ഥ എന്നൊന്നും അറിയാതെ എനിക്കിവിടെ സമാധാനത്തോടെ ഇരിക്കാൻ പറ്റില്ല. അത് കേട്ടപ്പോ രാധികയ്ക്ക് വല്ലാത്തൊരു പുച്ഛം തോന്നുകയാണ്. പക്ഷേ കരഞ്ഞുകൊണ്ട് വാസന്തിയും പറയുന്നുണ്ട്, ഞാനും നിങ്ങളുടെ കൂടെ വരാൻ രുക്മിണി. നീലൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ദുവിന് വേണ്ടി ഓട്ടപ്പാച്ചിൽ നടത്തുമ്പോ നിങ്ങൾ അവിടെ തനിച്ച് നിൽക്കേണ്ടി വരില്ലേ? അത് കേട്ടപ്പോഴേക്കും രാധിക ചാടിത്തുള്ളുവാണ്. എന്താ മാമി നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പൂർണിയോ വീട്ടിലില്ല. നിങ്ങളും തോന്നിയ പോലെ പോയി കഴിഞ്ഞാ നിയമോള് വന്നു കഴിഞ്ഞാൽ ഇവിടെ തനിച്ചാവില്ലേ? എന്റെ അടുത്ത് അവള് വരില്ല നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ.
അപ്പൊ രാജേശ്വരി പറയുന്നുണ്ട്, ആ അതും ശരിയാണ് രാധിക പറയുന്നത്, അതുകൊണ്ട് ചേച്ചിയുടെ കൂടെ ഞാൻ പോയിക്കോളാം. ശരി രാജി, എങ്കിൽ പിന്നെ നീ പോയിട്ട് എന്താ അവിടുത്തെ അവസ്ഥ എന്ന് എന്നെ ഒന്ന് ഫോൺ ചെയ്ത് അറിയിക്ക്, അല്ലെങ്കിൽ ഏതാ എന്താ എന്നും അറിയാതെ എന്റെ മനസ്സ് വല്ലാതെ വേദനിക്കും. അപ്പോ നീലം പറയുന്നുണ്ട്, ശരി ഞാനും ഡെക്ലേസും കൂടിയിട്ട് വണ്ടിയിൽ പോയിക്കോളാം, നിങ്ങൾ രണ്ടുപേരും ഓട്ടോ എടുത്തിട്ട് വന്നാൽ മതി. അവരെല്ലാവരും അവിടുന്ന് പോയതിനു ശേഷം വാസന്തി ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. പക്ഷെ രാധികയ്ക്ക് അതൊക്കെ കാണുമ്പോൾ ദേഷ്യമാണ് വരുന്നത്. അതേസമയം ഇന്ദുവിനെയും സൗപർണികയും കൂട്ടിയിട്ട് പോലീസുകാർ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവരെ അവിടേക്ക് വലിച്ചുന്തിയത് പോലെയാണ് കോൺസ്റ്റബിൾ കൊണ്ടുവരുന്നത്. ആ സമയത്ത് അയാളാണെങ്കിൽ പരിഹാസത്തോടെയാണ് സംസാരിക്കുന്നത്. അല്ല, അന്ന് നിങ്ങളുടെ വീട്ടിലെ ഒരു പയ്യൻ തെറ്റ് ചെയ്തത് കാരണം അവൻ എന്തോ ഒരു വലിയ തെറ്റൊക്കെ ചെയ്തതുപോലെ വലിയ ആവർത്തിച്ച് അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നല്ലോ. തെറ്റ് ചെയ്തത് കഴിഞ്ഞാൽ നിയമപ്രകാരമുള്ള ശിക്ഷ ഞങ്ങൾ വാങ്ങിക്കൊടുക്കും എന്നൊക്കെയുള്ള മട്ടില്. ഇപ്പൊ അവനേക്കാളും വലിയ തെറ്റല്ലേ നിങ്ങൾ രണ്ടുപേരും ചെയ്തത്? അല്ല, അതെങ്ങനെയാ നിങ്ങളുടെ കുടുംബം മുഴുവൻ ഒരുപോലെ ഇങ്ങനെ കുറ്റവാളികളായത്? അവൻ നിന്റെ ഭർത്താവിനെ, നിന്റെ സഹോദരനെ പ്ലാൻ ചെയ്തിട്ട് കൊന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളാണെങ്കിൽ ഒരുത്തനെ വയനാട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് നിങ്ങൾക്ക് പ്ലാൻ ചെയ്തിട്ട് നിങ്ങളും അവനെ കൊന്നു. അല്ല, ഇതെങ്ങനെയാ നിങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നത് പോലെ ഇങ്ങനെ കൊലപാതകങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത്? അയാൾ കളിയാക്കുന്നത് കണ്ടപ്പോൾ ഇന്ദു പറയുന്നുണ്ട്, സർ ദയവ് ചെയ്ത് ഞങ്ങൾ പറയുന്നതൊന്ന് കേൾക്ക്, ഞങ്ങളല്ല അവനെ കൊന്നത്. സൗപർണികയും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിലും കൊല ചെയ്ത ഒരാളും താൻ കൊല ചെയ്തു എന്നുള്ളത് ഒരിക്കലും സമ്മതിക്കാറില്ല. എന്തിന്? നിങ്ങൾ കൊണ്ടുവിട്ട ആ അർജുൻ പോലും അവനാണ് കൊന്നത് എന്ന് ഇതുവരെ സമ്മതിച്ചിട്ടില്ല. പക്ഷെ 2 അടി കൊണ്ടതിന് ശേഷം അവൻ തന്നെയാണ് കൊന്നത് എന്ന് അവൻ സമ്മതിച്ചല്ലോ. അതുപോലെ തന്നെ നിങ്ങൾക്കും 2 എണ്ണം കിട്ടിക്കഴിഞ്ഞാ നിങ്ങളും സമ്മതിക്കുക തന്നെ ചെയ്യും. അല്ല, ചോദിക്കട്ടെ, കൊലയ്ക്കെന്താ മോട്ടീവ്? എന്തിനു വേണ്ടിയിട്ടാ കൊന്നത്? അത് കേട്ടപ്പോ അവര് രണ്ടുപേരും ഇങ്ങനെ പതറി നിൽക്കുകയാണ്. ശരി, അത് ഞാൻ തന്നെ പറയട്ടെ. ഈ പെണ്ണിനെ അവനോട് പ്രണയമാണ്. നിങ്ങൾ രണ്ടുപേരും അവനെ തന്നെയാണ് പ്രണയിക്കുന്നത്. ഇന്ദു സ്നേഹിക്കുന്ന ദേവനെ തന്നെയാണ് സൗപർണികയെ സ്നേഹിച്ചത്, അതുകൊണ്ടാണ് അവനെ കൊന്നത് എന്ന തരത്തിലാണ് അയാൾ സംസാരിക്കുന്നത്. അത് കേട്ടപ്പോൾ ഇന്ദുവും സൗപർണിക ഒരുപോലെ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. കല്യാണത്തിന് ശേഷവും അവനുമായിട്ടുള്ള അവിഹിത ബന്ധം തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷെ ഒരു ഘട്ടത്തിലെത്തിയപ്പോ ഭർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും എന്നറിഞ്ഞ് നിങ്ങൾ വയനാട്ടിലേക്ക് പോകുന്ന സമയത്ത് അവനെയും സ്നേഹത്തോടെ വിളിച്ചു വരുത്തി അവന്റെ കഥ നിങ്ങൾ അവസാനിപ്പിച്ചു. എന്താ, ഞാൻ പറഞ്ഞതല്ലേ ശരി? അപ്പോഴേക്കും സൗപർണികയുടെ നിയന്ത്രണം വിട്ടിട്ടുണ്ടായിരുന്നു. സർ, ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത് സർ. ഇന്ദുവും പറയുന്നുണ്ട്, ഞങ്ങൾ അവനെ കൊന്നിട്ടില്ല സർ, ഞങ്ങൾക്കും ഈ കൊലപാതകത്തിനും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല സർ. നിങ്ങളൊന്നും മിണ്ടാതെ നിൽക്ക്. പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കണ്ട. എനിക്ക് നിങ്ങളോട് എന്താ വല്ല വിദ്വേഷമുണ്ടോ? ഒരു കാര്യവുമില്ലാതെ നിങ്ങളെ ലോക്കപ്പിലിടാൻ എനിക്ക് ഭ്രാന്തൊന്നുമില്ല. തെളിവുണ്ട് എന്റെ കയ്യിൽ. നിങ്ങൾ ചെയ്ത എല്ലാ കാര്യത്തിനും തെളിവുണ്ട്, വ്യക്തമായ തെളിവ്. സർ, ദയവ് ചെയ്ത് ഞങ്ങൾ പറയുന്നതൊന്ന് കേൾക്ക് സർ. അപ്പോഴേക്കും ഇൻസ്പെക്ടർ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ദുവിനെയും സൗപർണികയും കണ്ടപ്പോ അയാൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്? അത് അവര് വന്നതല്ല സർ, ഞങ്ങൾ പോയിട്ട് അവരെ കൂട്ടിക്കൊണ്ടു വന്നതാണ്. കോൺസ്റ്റബിൾ പറയാണ്. അല്ല, ഇന്നലെ തന്നെ എല്ലാ ഫോർമാലിറ്റീസും കഴിഞ്ഞിട്ട് ഒപ്പൊക്കെ വാങ്ങിച്ചതാണല്ലോ, പിന്നെയും എന്തിനാ? സർ, ഇവരെ അറസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുവന്നതാണെന്ന് സർ പറഞ്ഞത്. അത് കേട്ടപ്പോൾ ഇൻസ്പെക്ടർ ഞെട്ടിക്കൊണ്ട് അവരെ രണ്ടുപേരെയും മാറി മാറി നോക്കുവാണ്. ജയദേവൻ എന്നു പേരുള്ള ഒരു പയ്യന്റെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവന്റെ അച്ഛനും അമ്മയും പരാതി തന്നത് സാറിന് ഓർമ്മയില്ലേ? ഓർമ്മയുണ്ട്. അതിൽ എവിഡൻസ് വരെ ഉള്ളത് കാരണം അത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നതായിരുന്നല്ലോ. അതെ സർ, ആ എവിഡൻസ് വെരിഫൈ ചെയ്ത് നോക്കിയപ്പോ അതിലെ മെയിൻ 2 കുറ്റവാളികൾ ഇവര് രണ്ടുപേരുമാണെന്ന് സർ മനസ്സിലായത്. അത് കേട്ടപ്പോ അയാൾ ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവരെ രണ്ടുപേരെയും നോക്കുമ്പോൾ അവരൊന്നും ചെയ്യാത്തതുപോലെ നിഷ്കളങ്കരായിട്ട് തന്നെ നിൽക്കുകയാണ്. എന്താ സർ നിങ്ങൾ ഈ പറയുന്നത്? ഇവരാണോ ആ കൊലപാതകം നടത്തിയെന്നോ? അതെ സർ, നിങ്ങൾ ആ വീഡിയോ വിശദമായിട്ട് പരിശോധിച്ചിട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ആ ഫോൺ എടുത്തിട്ട് അയാൾ വീണ്ടും ഇൻസ്പെക്ടർക്ക് വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ്. അതിനകത്ത് വ്യക്തമായിട്ട് ജയദേവനുമായിട്ട് ഇന്ദുവും സൗപർണികയും നടത്തിയ ആ ഒരു ബലപ്പിടുത്തമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അയാൾ അത് നോക്കിയപ്പോൾ അയാൾക്കും ബോധ്യമായി ഇവര് രണ്ടുപേരും തന്നെയാണ് ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത് എന്ന്. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാ ഇതൊക്കെ? അപ്പൊ ഇന്ദു സങ്കടത്തോടെ പറയാണ്, സർ സത്യമായിട്ടും പറയാണ് സർ, ഞങ്ങളല്ല ഇതൊന്നും ചെയ്തത്, അയാളെ കൊന്നത് ഞങ്ങളല്ല സർ. ഞങ്ങള് വയനാട്ടിൽ പോയപ്പോ അവിചാരിതമായിട്ട് ഞങ്ങളുടെ നൈറ്റ് ട്രിപ്പിനിടയിൽ ഞങ്ങൾ ഒരു സ്ഥലത്ത് അകപ്പെട്ടു പോയി. പക്ഷേ ഞങ്ങൾ പോലും അറിയാതെ അവൻ ഞങ്ങളെ ഫോളോ ചെയ്തിട്ട് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് അവൻ ഞങ്ങളോട് പ്രശ്നം ഉണ്ടാക്കുകയും ഞങ്ങളും അവനും തമ്മിലൊരു വാക്തർക്കം ഉണ്ടാവുകയും ചെയ്തു. അത്രേ ഉണ്ടായിട്ടുള്ളൂ. അതിനുശേഷം അവൻ സൗപർണികയുടെ തലയിൽ അടിച്ചത് കൊണ്ട് അവളെയും കൂട്ടി ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയതാണ്. അവനാണെങ്കിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. അത്രയേ ഞങ്ങൾക്ക് അറിയുള്ളൂ, മറ്റൊന്നും ഞങ്ങൾക്ക് അറിയില്ല സർ. അവനെ ഞങ്ങളല്ല കൊന്നത് സർ. ഇന്ദു വീണ്ടും അത് തന്നെ ആവർത്തിക്കാണ്. അപ്പോഴേക്കും നീലനും ബാക്കിയുള്ളവരൊക്കെ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ദു എന്താ സംഭവിച്ചത് ഇന്ദു? അപ്പോഴേക്കും കോൺസ്റ്റബിൾ ദേഷ്യത്തോട് പറയുന്നുണ്ട്, ഹലോ, അക്യൂസ്റ്റിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? അതിനിടയിൽ വന്നിട്ട് സംസാരിക്കുന്നത്? ആദ്യം നിങ്ങൾ എല്ലാവരും ഇറങ്ങിയിട്ട് പുറത്തേക്ക് പോവാൻ നോക്ക്. അപ്പൊ രുക്മിണി കരഞ്ഞുകൊണ്ട് ഇൻസ്പെക്ടർ ഒരു നല്ല മനുഷ്യനാണെന്ന് തോന്നുന്നത് കൊണ്ട് അയാളോട് സംസാരിക്കുകയാണ്. സർ, ഇവര് രണ്ടുപേരും ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല സർ.
എനിക്കറിയാം സർ, ഇവർ അങ്ങനെയുള്ള പെൺകുട്ടികളല്ല. സാർ, നിങ്ങൾ എന്തോ തെറ്റിദ്ധരിച്ചിട്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും കോൺസ്റ്റബിൾ അവരെ കളിയാക്കുകയാണ്. ഹലോ അമ്മ, നിങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന മകൻ എന്തൊക്കെയാ ചെയ്തതെന്ന് നിങ്ങൾക്ക് ഇത്രയും കാലം അറിയില്ലായിരുന്നു. അങ്ങനെയുള്ള നിങ്ങളാണോ ഇവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വന്നിട്ടുള്ളത്? നിങ്ങളും ഇവരുടെ കൂടെ കൂട്ടുപ്രതിയാണോ? അത് കേട്ടപ്പോ രുക്മിണി വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു. സർ, നീലനും വിളിച്ചു പോവാണ്. അപ്പോൾ ഇൻസ്പെക്ടർ അയാളോട് പറയുന്നുണ്ട്, മുരുകൻ, കുറച്ച് മര്യാദയോടുകൂടി സംസാരിക്ക്. സോറി സർ. അതിനുശേഷം നീലനോടും രുക്മിണിയോടൊക്കെ പുറത്തേക്ക് ഇറങ്ങി നിൽക്കാൻ പറയുകയാണ്. എന്നിട്ട് കോൺസ്റ്റബിളിനെ വിളിച്ചിട്ട് പറയുന്ന സമയത്ത് കോൺസ്റ്റബിളും അവരോട് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, സാർ നിങ്ങളോട് പറഞ്ഞത് കേട്ടില്ല, നിങ്ങൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി നിൽക്ക്. അങ്ങനെ അവരെല്ലാവരും പുറത്തേക്ക് തന്നെ പോവാണ്. അവരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി പോയപ്പോൾ ഇന്ദുവിനും സൗവർണികയ്ക്കും വല്ലാത്ത സങ്കടം തോന്നുവാണ്. അപ്പൊ ഇൻസ്പെക്ടർ അവരോട് രണ്ടുപേരോടായിട്ട് പറയുന്നുണ്ട്, എന്താ സംഭവിച്ചത് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് കേട്ടപ്പോൾ അവർ രണ്ടുപേരും പരസ്പരം നോക്കുകയാണ്. അപ്പോൾ മറ്റേ പോലീസുകാരൻ പറയുന്നുണ്ട്, അവരോട് എന്തിനാ സാർ ചോദിക്കുന്നത്? അവർ ചെയ്തിട്ടില്ല എന്ന് അവർ തീർത്ത് പറയുക തന്നെ ചെയ്യും. ഇവരോട് വെറുതെ സംസാരിച്ചിട്ട് എന്തിനാ സാർ സമയം കളയുന്നത്? അതിനല്ലേ വ്യക്തമായ തെളിവ് നമ്മുടെ കയ്യിലുള്ളത്. ഇവരും ജയദേവനും തമ്മിൽ അവിടെ വെച്ച് ബലപ്പിടുത്തം നടത്തിയതും അവന്റെ തലയ്ക്ക് വരെ അടിക്കുന്നതും അവൻ അവിടുന്ന് പേടിച്ചിട്ട് ഓടുന്നതും ഒക്കെ വ്യക്തമായിട്ട് നമ്മുടെ കയ്യിൽ എവിഡൻസ് ആയിട്ടില്ലേ? പിന്നെ ഇനി എന്തിനാ ഇവരോട് സംസാരിക്കുന്നത്? അത് കേട്ടപ്പോൾ ഇന്ദുവും ദേഷ്യത്തോട് പറയുന്നുണ്ട്, അത് തന്നെയാണ് സർ ഞങ്ങളും പറയുന്നത്. ഞങ്ങൾ വയനാട്ടിൽ പോയ സമയത്ത് ഞങ്ങൾ പോലും അറിയാതെ അവൻ ഞങ്ങളെ ഫോളോ ചെയ്ത് വന്ന് അവന്റെ കയ്യിൽ ഞങ്ങൾ അകപ്പെട്ടതാണ്. അവിടെ വെച്ച് അവൻ ഞങ്ങളുമായിട്ട് പ്രശ്നം ഉണ്ടാക്കി. അങ്ങനെ വാക്തർക്കം ഉണ്ടായതിനിടയിൽ ഞങ്ങൾ അവനെ അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടി. അതിനുശേഷം അവൻ എന്താ സംഭവിച്ചത് എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല സർ. ഇത്രയേ ഞങ്ങൾക്ക് അറിയുള്ളൂ. ഇതാണ് സംഭവം ഉണ്ടായത്. പ്ലീസ് സർ, ദയവ് ചെയ്ത് ഞങ്ങൾ പറയുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അപ്പോ ആ പോലീസുകാരൻ പറയാണ്, അല്ല, നിങ്ങൾ തന്നെ സമ്മതിക്കുന്നു നിങ്ങൾ അവനെ അടിച്ചിട്ടുണ്ടെന്ന്. പിന്നെ നിങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അയാൾ തന്നെ ബാക്കി കൂടി പറയാണ്, അവനെ അടിച്ച് ബോധം കെടുത്തിയതിനു ശേഷം ഒന്നുകിൽ മൂർച്ചയുള്ള ഒരു കത്തി വെച്ചോ അല്ലെങ്കിൽ കല്ല് വെച്ചിട്ടുമാണ് അവനെ നിങ്ങൾ കൊലപ്പെടുത്തിയിട്ടുള്ളത്. അത് കേട്ടപ്പോ ഇന്ദുവും സൗവർണികയും പേടിച്ചിട്ട് പരസ്പരം നോക്കുവാണ്. അങ്ങനെ നിങ്ങളുമായിട്ടുള്ള ബലപ്പിടുത്തം കഴിഞ്ഞതിന് ശേഷം ജീവൻ രക്ഷിക്കാൻ വേണ്ടി നിങ്ങളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് ഓടുന്നതിനിടയിൽ അവൻ എവിടെയോ ബോധം കെട്ട് മഴങ്ങി വീണു. അവിടെ വെച്ച് അവന്റെ ചോര നഷ്ടമായിട്ടാണ് അവൻ മരണപ്പെട്ടിട്ടുള്ളത്. അത് കേട്ടപ്പോൾ കരഞ്ഞുകൊണ്ട് സൗവർണിക പറയുന്നുണ്ട്, അങ്ങനെയൊന്നും അല്ല സർ സംഭവിച്ചത്. അതുമല്ലാതെ അവനെ നിങ്ങൾക്ക് മുമ്പ് തന്നെ അറിയാവുന്നതല്ലേ. പിന്നെ അവനെന്തിനാ നിങ്ങളെ ഫോളോ ചെയ്തിട്ട് വയനാട്ടിൽ വരെ വരേണ്ട ആവശ്യം? നിങ്ങൾ അവനെ ഫോൺ ചെയ്ത് നിങ്ങൾക്കൊപ്പം വരാൻ വേണ്ടി പറഞ്ഞതല്ലേ സർ? സത്യമായിട്ടും അങ്ങനെയൊന്നും അല്ല സർ, സൗവർണിക വീണ്ടും പറയാണ്. അപ്പോ ഇന്ദുവിന് നിസ്സഹായിട്ട് നിൽക്കുന്ന സമയത്ത് ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് നോക്ക്. ഈ കോടതിയെയും പോലീസ് സ്റ്റേഷനെയും സംബന്ധിച്ചിടത്തോളം കേസിൽ എവിഡൻസിനാണ് ഏറ്റവും പ്രാധാന്യം. അവനെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അവൻ എന്തിനാ നിങ്ങൾക്കൊപ്പം അങ്ങോട്ടേക്ക് വന്നത്? എന്തിനാ നിങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടായത്? ഒക്കെ വ്യക്തമായിട്ട് പറയും. അപ്പോഴേക്കും ഇന്ദു ആവേശത്തോടെ പറയാണ്, സർ, അവൻ ഒരിക്കലും നല്ലവനല്ല സർ. അവൻ എന്തിനാ അങ്ങോട്ടേക്ക് വന്നതെന്ന് അറിയാമോ? ഇവളെ ഭീഷണിപ്പെടുത്താനാണ് എന്നൊക്കെ പറയാൻ ഇന്ദു വന്നപ്പോഴേക്കും സൗവർണിക അവളെ തടയുകയാണ്. അപ്പോൾ ഇൻസ്പെക്ടർ അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇന്ദു എന്തൊക്കെയോ പറയാൻ വന്നതും സൗവർണിക അവളെ തടഞ്ഞു നിർത്തുന്നതും അവരുടെ ആ ഒരു കള്ളത്തരം ഇൻസ്പെക്ടർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മറ്റേ സാറ് പറയുന്നുണ്ട്, എന്താ നിങ്ങൾ സ്പീഡായിട്ട് പറയാൻ വേണ്ടി വന്നത്, പകുതിക്ക് നിർത്തിക്കളഞ്ഞത്? പക്ഷേ അത് പറയാനാവാതെ പേടിച്ച് നിൽക്കുകയാണ് ഇന്ദു. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.